ആധാറിന്റെ ഔദ്യോഗിക ലോഗോയായി തന്റെ ഡിസൈൻ തെരഞ്ഞെടുത്തതിൽ 24-മായി സന്തോഷം പ്രകടിപ്പിച്ച് ചാലക്കുടി സ്വദേശി അരുൺ ഗോകുൽ. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയിയായി തെരഞ്ഞെടുത്തത്. സുഹൃത്ത് പറഞ്ഞത് അറിഞ്ഞ് അവസാന ദിവസമാണ് അരുൺ ഈ ലോഗോ തയ്യാറാക്കി അയച്ചത്. ഫ്രണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചരാ ചെയ്തത്. അതാണ് ഒരു സ്പെസിഫിക്കേഷനിലാക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് അവന്റെ ഡിസൈൻ ഞാൻ കൊടുത്തു. അതിന്റെ കൂടെയാണ് ഞാൻ എന്റെ പെട്ടെന്ന് ഡിസൈൻ ഇട്ടിട്ട് ആ ലിങ്കിൽ കയറി വേറെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടാണ് ആ സഡൻ മൊമെന്റിൽ ഞാൻ ചെയ്തത്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഒരാൾ കൈവീശി ചിരിച്ചിങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗും കഴുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് പ്രൈസ് കിട്ടുന്ന അതിനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് വളരെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, അരുൺ ഗോകുലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ ലോഗോ തയ്യാറാക്കിയത് മലയാളിയായ അരുണാണ്, തൃശ്ശൂരുകാരനാണ്. ആ വലിയ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു 24-മായി അരുണും ഒപ്പം കുടുംബവും. എന്താണ്, ഏത് രീതിയിലാണ് ഈ മത്സരത്തെ കുറിച്ച് അരുൺ പറഞ്ഞത്? പ്രജൻ, എന്തായാലും ചാലക്കുടിക്കാരനായിട്ടുള്ള അരുൺ ഗോകുലിന്റെ ഡിസൈനാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ സന്തോഷമാണ് കുടുംബം പങ്കുവച്ചത്. അപ്രതീക്ഷിതമായാണ് ഈ ലോഗോ അയക്കുന്നത്. അവസാന നിമിഷമാണ് അരുൺ ഈ ലോഗോ അയക്കുന്നത്. ഈ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് അരുണിന് ആ സുഹൃത്ത് ചെയ്ത ഒരു ലോഗോയുടെ ഡിസൈൻ റീസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നു. അങ്ങനെ റീസൈസ് ചെയ്യുന്ന സമയത്താണ് എന്താണ് ഈ ലോഗോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോഴാണ് ഈ ആധാർ സംബന്ധിക്കുന്ന ഒരു ലോഗോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് സുഹൃത്ത് അറിയിക്കുന്നു. അരുണിനോടും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുന്ന സുഹൃത്താണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവസാന നിമിഷം ഒരു ലോഗോ തയ്യാറാക്കുന്നു. ആ ലോഗോ അവസാനമായി കാണിക്കുന്നു അമ്മയാണ്. അയക്കുന്നതിന് തൊട്ടു മുമ്പ് അമ്മയെ കാണിക്കുന്ന സമയത്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, എന്തായാലും വിജയിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് അമ്മ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഈ അരുൺ ഇത്തരത്തിൽ ഈ ലോഗോ മത്സരത്തിന് വേണ്ടി അയക്കുന്നത്. 800 പേരിലധികം അയച്ച ലോഗോയിൽ നിന്നാണ് ഇപ്പോൾ എന്തായാലും അരുണിന്റെ ലോഗോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലുള്ള സന്തോഷം കുടുംബം 24-നോട് പങ്കുവെക്കുകയും ചെയ്തു. പ്രജിത്ത്, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.